കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ലെന്നും പരിഗണനാക്രമത്തിൽ എയിംസ് അനുവദിച്ചു വരികയാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ. എയിംസ് അനുവദിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന CPI അംഗം P സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. കേരളത്തോട് തുടരുന്നത് അനീതിയെന്ന് CPIM അംഗം A റഹീം കുറ്റപ്പെടുത്തി. രാജ്യസഭയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇടതംഗങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഇക്കാര്യത്തിൽ മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണോ ഇടതംഗങ്ങളുടെ ആക്ഷേപം? വിജയകുമാർ, തീർച്ചയായും മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നയം ശരിയല്ല, മന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ല എന്ന അത് തന്നെയാണ് ഇടത് അംഗങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായത്. കേരളത്തിന് എയിംസ് എന്ന ആവശ്യം കാലങ്ങളായി ഉയർത്തുന്നുണ്ട്. എന്നാൽ ബജറ്റുകളിൽ കേരളം കാത്തിരിക്കുന്ന എയിംസ് അനുവദിക്കപ്പെടുന്നില്ല, അത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഇടത് അംഗങ്ങളുടെ പരാതി എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അതിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ആരോഗ്യ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം എയിംസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംഘം കേരളം സന്ദർശിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇന്ന് രാജ്യസഭയിൽ CPI അംഗം P സന്തോഷ് കുമാർ ഈ വിഷയം കേരളത്തിന് എയിംസ് നൽകുന്നതിന് എന്താണ് തടസ്സം എന്ന ചോദ്യോത്തരവേളയിൽ ആരോഗ്യമന്ത്രി JP നദ്ദയോട് ഉന്നയിച്ചത്. അതിന് മറുപടിയായി കേരളത്തിന് എയിംസ് നൽകാൻ തടസ്സങ്ങളൊന്നുമില്ല എന്നും പരിഗണനാക്രമത്തിൽ എയിംസ് അനുവദിച്ചു വരികയാണ് എന്നുമാണ് ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കിയത്. അതായത് കൃത്യമായി എപ്പോൾ കേരളത്തിന് നൽകാനാകും എന്ന കാര്യം ഈ ഘട്ടത്തിലും കേന്ദ്രം പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനെ തുടർന്നാണ് ഇടത് അംഗങ്ങൾ രാജ്യസഭയിൽ പ്രതിഷേധിച്ചത്. ഈ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളെ ചായ സൽക്കാരത്തിന് ക്ഷണിക്കൂ എന്നാണ് ഈ പ്രതിഷേധം തണുപ്പിക്കുന്നതിനായി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധങ്കർ പറഞ്ഞു. എന്നാൽ ചായ സൽക്കാരമല്ല, കേരളത്തിന് എയിംസ് ആണ് വേണ്ടത് എന്ന് P സന്തോഷ് കുമാർ MP മറുപടി നൽകുകയായിരുന്നു. അല്പസമയം കേരളത്തിലെ അംഗങ്ങൾ ഈ വിഷയത്തിൽ ഈ കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയില്ലാത്തതിനാൽ രാജ്യസഭയിൽ പ്രതിഷേധിച്ചു. വിജയകുമാർ, പരിഗണനാക്രമത്തിൽ എയിംസ് അനുവദിച്ചു വരികയാണ്, മറ്റു തടസ്സമൊന്നുമില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെ വിശദീകരണം. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് കേരളത്തിൽ നിന്നുള്ള ഇടത് MPമാർ രാജ്യസഭയിൽ പറഞ്ഞു. അവരുടെ പ്രതിഷേധവും ഇന്ന് സഭയിലുണ്ടായി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.